അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ വിസിങ്സ് തിയറം 6.2 വിസിങ്സ് തിയറം ആണ് കേട്ടോ. നമ്മുടെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് വിസിങ്സ് തിയറം. ഒറ്റ തിയറേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ തിയറം 6.2 ഇഫ് G is simple, if G is simple then either chi dash എന്ന് വെച്ചാൽ എന്താ, എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ആണ് chi dash അല്ല, മിനിമം നമ്പർ ഓഫ് കളേഴ്സ് വിച്ച് ക്യാൻ ബി എഡ്ജ് കളറിങ് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് കെ. chi dash is equal to delta എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിഗ്രി, ഓർ അല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുള്ളൂ, chi dash is equal to delta plus 1. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ്, ഏത് സിമ്പിൾ ഗ്രാഫ് ചെയ്തെടുത്താലും ഒന്നെങ്കിൽ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഡെൽറ്റ ആയിരിക്കും, മാക്സിമം ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഡെൽറ്റ പ്ലസ് 1 ആയിരിക്കും. ഈ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, chi dash എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിരിക്കും എല്ലാ ഗ്രാഫിൽ നിന്നും. നമ്മൾ ഇനി ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്ത് മാത്രമേ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, chi dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. കാരണം ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഓൾറെഡി ഇവിടെ നിന്ന് എന്തുണ്ട്, ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു chi dash എന്നുണ്ട്. ഇനി ഇതും കൂടി പ്രൂവ് ചെയ്ത് എന്ത് വരും, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു chi dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 അങ്ങനെ കിട്ടിയില്ലേ. ഈ ഡെൽറ്റയും chi dash ഒക്കെ ഇൻഡിജേഴ്സ് അല്ലേ, എല്ലാം ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഡെൽറ്റയുടെയും ഡെൽറ്റ പ്ലസ് 1ന് നടുക്കിൽ വേറൊരു ഇൻഡിജർ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇനീക്വാളിറ്റി വന്നാൽ ഉറപ്പായും ഒന്നെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു chi dash അല്ലെങ്കിൽ chi dash is equal to ഡെൽറ്റ പ്ലസ് 1. ഈ രണ്ട് പോസിബിലിറ്റി അല്ലേ പറ്റുള്ളൂ, കാരണം ഇൻഡിജർ ആയതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാത്രം ഇനി പ്രൂവ് ചെയ്താൽ മതി, chi dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 എന്ന് മാത്രമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, കോൺട്രഡിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് പോസിബിൾ chi dash is ലെസ് ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ദാൻ അല്ല എടുക്കണേ, നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ, ഗ്രേറ്റർ ദാൻ ഡെൽറ്റ പ്ലസ് 1 നമ്മൾ എടുക്കുന്നു. അപ്പോൾ chi dash എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഡിഗ്രി അല്ല, സോറി, എഡ്ജ് ക്രോമാറ്റിക് നമ്പർ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം ഡിഗ്രി. ഓക്കെ, ഇനി അപ്പോൾ ഇത് നമ്മൾ സപ്പോസ് ചെയ്ത് വെച്ചു. ഇനി സി എന്ന് പറയുന്നത് ഒരു എന്തെടുത്തു, E1 E2 എക്സെട്ര ഈ ഡെൽറ്റ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു കളറിങ് കൺസിഡർ ചെയ്തു, എഡ്ജ് കളറിങ് കൺസിഡർ ചെയ്തു. ഒരു വെറും എഡ്ജ് കളറിങ് അല്ല, ഒപ്റ്റിമൽ എഡ്ജ് കളറിങ് കൺസിഡർ ചെയ്തു. ഒപ്റ്റിമൽ എഡ്ജ് കളറിങ് കൺസിഡർ ചെയ്തു. ഏതാ, എത്ര കളേഴ്സ് വെച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എത്ര കളേഴ്സിൻ്റെ ഡെൽറ്റ പ്ലസ് 1 കളേഴ്സ് വെച്ചിട്ടാണ് ഒപ്റ്റിമൽ എഡ്ജ് കളറിങ് എടുക്കുന്നത്. അപ്പോൾ ഡെൽറ്റ പ്ലസ് 1 ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മാക്സിമം ഡിഗ്രിയാണ്. അതിൽ കൂടുതൽ നമ്പർ ഓഫ് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ എടുക്കുന്നത് കേട്ടോ. ഇനി യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് വരെ നമുക്കിങ്ങനെ കാണിക്കാം, അപ്പോഴല്ലേ കുറച്ച് മനസ്സിലായി. യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. ആ യുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവിൻ്റെ പ്രത്യേകത സി ഓഫ് യു ലെസ് ദാൻ ഡി ഓഫ് യു ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രീനെക്കാട്ടിയും കുറവാണ് അതിൻ്റെ നമ്പർ ഓഫ് കളേഴ്സ്, അതിലേക്ക് വന്ന് പതിക്കുന്ന നമ്പർ ഓഫ് കളേഴ്സ് എന്തായാലും. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൽ വന്ന് നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പോൾ അതിനെക്കാട്ടി കുറവാണ് നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എല്ലാ കളറും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, ഡിഗ്രീനെക്കാട്ടി കുറവായതുകൊണ്ട് ഒരു കളറെങ്കിലും മിനിമം 2 തവണ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ I0 എന്ന് പറഞ്ഞ കളറ് നോട്ട് യൂസ്ഡ്, യൂസ് ചെയ്യാത്ത കളറാണെന്ന് വിചാരിക്കാം. I1 എന്ന് പറയുന്ന കളറ് അറ്റ്ലീസ്റ്റ് ട്വൈസ്, 2 തവണയെങ്കിലും യൂസ് ചെയ്യണം, എന്നാലല്ലേ നമ്പർ ഓഫ് ഡിഗ്രീനെക്കാട്ടി കുറവാണ് നമ്പർ ഓഫ് കളേഴ്സ്. അപ്പോൾ ഓരോ നമ്പറും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഡിഗ്രി കൂടുതലാണെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇനി പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് chi dash, എന്താ പറയുക, നമ്മൾ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് അല്ല, മിനിമം കെ എന്ന് പറയുന്നത് chi dash ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാക്സിമം ഡിഗ്രീനെക്കാട്ടി വലുതാണ്. അപ്പോൾ മാക്സിമം ഡിഗ്രീനെക്കാട്ടി കൂടുതൽ കളേഴ്സ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാത്ത ഈ ഒരു ഒറ്റ വെർട്ടെക്സിൽ യൂസ് ചെയ്യാത്ത കളർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ട്വൈസ്.
അപ്പോൾ ഈ യു എന്ന് പറയുന്ന ആ വെർട്ടെക്സിൽ I1 യൂസ് ചെയ്തിട്ടില്ല, അതായത് I1 ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഐ നോട്ട് യൂസ് ചെയ്യുന്നില്ല, I1 എന്ത് ചെയ്യുന്നുണ്ട്, 2 തവണ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ I1 ഉണ്ടല്ലോ, സോ ഞാൻ എന്ത് ചെയ്തു, യു വേറൊരു വെർട്ടെക്സ് വി, ഇതിനും I1 കൊടുത്തു, യു വേറെ അറ്റ്ലീസ്റ്റ് 2 ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞേ, V1 ഇതിനും ആരെ കൊടുത്തു, I1 കൊടുത്തു. കിട്ടിയോ? അപ്പൊ ഇതിന്റെ UV1 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിന്റെ കളർ എന്താണ്, I1 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ V1ന്റെ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ പ്ലസ് 1 ആണല്ലോ. ഡെൽറ്റയാണ് മാക്സിമം ഡിഗ്രി. അപ്പൊ ഡെൽറ്റ പ്ലസ് 1 എന്ന് പറയുന്ന ഡിഗ്രി ഉള്ളൊരു വെർട്ടെക്സ് ഇതിൽ ഉണ്ടാവുകയില്ല. സോ V1ന്റെ ഡിഗ്രിയും എന്ത് തന്നെയാണ്, ഡെൽറ്റ പ്ലസ് 1 കുറവാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ പ്ലസ് 1 കളേഴ്സ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഈ V1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് ഇൻസിഡന്റ് ആവാത്ത ഒരു കളറെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ ആ കളറാണ് I2 നോട്ട് ഇൻ V1. മനസ്സിലായോ? കാരണം V1ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ മൊത്തം എടുത്തിരിക്കുന്ന കളറിനെക്കാട്ടിയും കുറവാണ്. അപ്പൊ പിന്നെ V1ലേക്ക് ഇൻസിഡന്റ് ആവാത്ത ഏതെങ്കിലും ഒരു കളർ ഉണ്ടാവാം. ആ കളറിനെ ഞാൻ I2 ആണെന്ന് വിചാരിച്ചു. അപ്പൊ I2 എന്ന് പറയുന്നത് V1 റെപ്രസെന്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ I2 എവിടെയും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ I2 എന്തായാലും ഉറപ്പായിട്ടും എവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും, യുവില് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇനി I2 യുവിലും റെപ്രസെന്റ് ചെയ്യുന്നില്ല, V1 റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടെക്സിന് I2 ആയിട്ട് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായി, ഈ നമ്മൾ ഓൾറെഡി എടുത്ത നമ്മുടെ സി എന്ന് പറയുന്ന ആ കളറിങ്ങിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ആവും. ഓക്കെ, നമ്പർ ഓഫ് കളേഴ്സ് കൂടും, ഒരു വെർട്ടെക്സിന്റെ നമ്പർ ഓഫ് കളേഴ്സ് കൂടും, ഇംപ്രൂവ്മെന്റ് ആവും. പക്ഷെ അത് പറ്റില്ല, നമുക്ക് എന്ത് പറയാം, നമ്മൾ എടുത്തിരിക്കുന്നത് ഒപ്റ്റിമൽ ആണെന്നാണ് സി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ I2 എന്ന് പറയുന്ന ആള് എവിടെ കൊടുക്കാൻ പറ്റില്ല, V1 കൊടുക്കാൻ പറ്റില്ല. പക്ഷെ യുവിൽ ഉണ്ട് താനും. അപ്പൊ വേറൊരു വെർട്ടെക്സിലായിരിക്കും യുവിന് കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് പറയാം, ഇവിടെ I2 ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ V1ലേക്ക് ആര് വരുന്നില്ല, I2 വരുന്നില്ല. അപ്പൊ ഉറപ്പായും യുവിലേക്ക് I2 വരുന്നുണ്ടാവും. കാരണം V1ലേക്ക് വരാത്ത ഒരാള് യുവിലേക്കും വരുന്നില്ല വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റീകളർ ചെയ്ത് I2 എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന കളറിങ്ങിന് ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഓക്കെ, കാരണം ഡിഗ്രി കൂടും, കളേഴ്സ് നമ്പർ ഓഫ് കളേഴ്സ് കൂടും. അപ്പോൾ എന്ത് കിട്ടും, ഇതിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പൊ അതെന്തല്ലാന്ന് കിട്ടും, ഒപ്റ്റിമൽ അല്ലാന്ന് കിട്ടും. അങ്ങനെ പറ്റില്ല, നമ്മൾ ഒപ്റ്റിമൽ ആണെന്നല്ല എടുത്തിരിക്കുന്നത്. സോ യുവിനെ വേറൊരു വെർട്ടെക്സുമായിട്ട്, അപ്പൊ ഞാൻ അതിന് V2 എന്ന് കൊടുത്തു, I2 ഉണ്ട്. ഇതേ കാര്യം നമ്മൾ ഇവിടെ പറയുന്നു, V1 പറഞ്ഞ കാര്യം തന്നെ V2 പറയുന്നു. അപ്പൊ വേറൊരു I2 കിട്ടിയ പോലെ ഒരു I3 കിട്ടുന്നു. ആ I3ക്ക് കറസ്പോണ്ടിങ്ങിലി V3 കിട്ടുന്നു. I3 നമ്മൾ ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഒരു VK ഉണ്ടാവും, VKക്ക് കറസ്പോണ്ടിങ്ങിലി IK ആയിരിക്കും. ഇവിടെ ഒരു VK-1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ടാവും, അതിന്റെ കളറ് IK-1 ഉണ്ടായിരിക്കും. ആൻഡ് I1 ഇവിടെ V2 ഇല്ല, I2 ആർക്കില്ല, V3ക്ക് ഇല്ല, I3 V4 ഇല്ല, IK-1 ആർക്കില്ല, അല്ല IK-1 ഇല്ല. അങ്ങനെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. IK-1 VKക്ക് ഇല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി സിൻസ് യു എന്ന് പറയുന്നത് ഒരു എന്താ പറയുക വെർട്ടെക്സ് ആണ്, അതിന് ഡിഗ്രി ഫൈനൈറ്റ് അല്ലേ വരുള്ളൂ. അപ്പൊ നമ്മള് എവിടെ വെച്ച് നിർത്തണ്ടേ, നിർത്തുന്നത് VL വെച്ചിട്ടാണ്. എല്ലാണ് നമ്മൾ ഇരിക്കുന്നത്, നിർത്തുന്നത് V1 V2 എക്സെട്ര സീക്വൻസ് കിട്ടും. VL വെച്ച് നിർത്തും, അവിടെ IL എന്ന് കൊടുക്കുന്നു. ഓക്കെ, K ലെസ് ദാൻ L ആയിട്ട് ഇടയിൽ ഒരു VK ഉണ്ട്, പിന്നെയും കണ്ടിന്യൂ ചെയ്ത് VL നിർത്തി. അപ്പോൾ യു എന്ന് പറയുന്ന വെർട്ടെക്സിന് ഇങ്ങനെയാണ്, യുവും വിയും തമ്മിൽ I1, പിന്നെ V1ന് I1, V2ന് I2, V3ക്ക് I3, VK-1 IK-1, VKക്ക് IK, VLന് IL. പിന്നെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 എവിടെയില്ല, V2ന്റെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവില്ല, I2 V3 ഉണ്ടാവില്ല, I3 V4 ഉണ്ടാവില്ല, IK-1 VK ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്.
അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് ഇപ്പോൾ കിടക്കുന്നത്. ഈ സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ജിനെ റീകളർ ചെയ്യാൻ പോവാം. അതായത് ജിയിലത്തെ ഈ വെർട്ടെക്സുകൾ മാത്രം എടുത്തിട്ട് ഇവിടെ യു കൊടുക്കുന്നു, ഇവിടെ വി, ഇവിടെ V1, അത് അതിനൊന്നും മാറ്റില്ല കേട്ടോ. V1, V2, V3, etc. Vk minus 1, Vk, etc. Vn. ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെർട്ടെക്സുകൾ. ഇനി എഡ്ജുകളും. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിന് കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്, അതായത് റീകളർ ചെയ്യാൻ പോവാണ്. ഈ എന്താ പറയുക, കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ. എങ്ങനെ റീകളർ ചെയ്യുന്നു? ഫോർ 1 ലെസ് ദാൻ j ലെസ് ദാൻ k മൈനസ് 1, 1 തൊട്ട് V1 തൊട്ട് k മൈനസ് 1 വരെയുള്ളതിനെ റീകളർ ചെയ്യാണ്. എന്ത് വെച്ചിട്ട്? യു വി ജെനെ നമ്മൾ ഐ ജെ പ്ലസ് 1 വെച്ചിട്ട് റീകളർ ചെയ്യാണ്. അപ്പോൾ അതായത് യു V1നെ I2. അപ്പോൾ ഇവിടെ ഓൾറെഡി വിക്ക് കുഴപ്പമില്ല, I1 തന്നെയാണ്. ഇതിനെ ഞാൻ I2 വെച്ചിട്ട് റീകളർ ചെയ്തു, ഇതിനെ ഞാൻ I3 വെച്ചിട്ട് റീകളർ ചെയ്തു, ഇതിനെ I4 വെച്ചിട്ട് റീകളർ ചെയ്തു. അങ്ങനെ ഇവിടെ എന്ത് വരും? IK വെച്ചിട്ട് വരും. ഇവിടെ വരെ മാത്രം K-1 വരെ മാത്രമേ റീകളർ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ നേരത്തെ ഇവിടെ ആര് തന്നെയാണ്? IK തന്നെയാണ്. ഇവിടെ ആര് തന്നെയാണ്? IL തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഞാൻ റീകളർ ചെയ്യുന്നു. എന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൽ പുതിയ എന്തായി? കളറിംഗ് ആയി. ഡെൽറ്റ പ്ലസ് 1 കളറിംഗ് തന്നെയാണ്. പുതിയ കളേഴ്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. C ഡാഷ് എന്ന് പറയുന്ന ഒരു ഡെൽറ്റ പ്ലസ് 1 കളറിംഗ് നമുക്ക് കിട്ടും അല്ലേ? സെയിം തന്നെ, കളേഴ്സിന് മാറ്റമില്ല. കളേഴ്സ് അതൊക്കെ തന്നെയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു എന്ന് മാത്രം. ഇനി നോക്കിയേ, ഈ V1 ഇവിടെ I2 ഉണ്ടായിരുന്ന, I2 എന്ന് പറയുന്നത് V1 ഇല്ലാത്ത ആളാണ്. I2 നമ്മൾ V1ലേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി? V1ന്റെ ഡിഗ്രി കൂടി, ഡിഗ്രി അല്ല, നമ്പർ ഓഫ് കളേഴ്സ് കൂടി, V2ന്റെയും നമ്പർ ഓഫ് കളേഴ്സ് കൂടി. അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് കളേഴ്സ് കൂടിയിട്ടുണ്ട് ഇവിടം വരെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഡാഷ് ഓഫ് V ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C ഓഫ് V. ഓക്കെ, എല്ലാ വികൾക്കും ഒന്നുകിൽ ഇവിടെ വരെയുള്ള എല്ലാത്തിൻ്റെയും എന്ത് കൂടിയിട്ടുണ്ട്? C ഡാഷ് ഓഫ് V കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് പറയാം നമുക്ക്? C ഡാഷ് ഓഫ് V ഈസ് ഗ്രേറ്റർ, മുമ്പ് ഉണ്ടായിരുന്ന നമ്പർ ഓഫ് കളേഴ്സ്, C ഓഫ് V എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കളേഴ്സ് അല്ലേ, ഓരോ വെർട്ടെക്സിൻ്റെയും മുമ്പ് ഉണ്ടായിരുന്ന നമ്പർ ഓഫ് കളേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കളർ കൂടുതൽ വന്നിട്ടുണ്ട്. ഒന്നോ ചിലപ്പോൾ അതിന് കൂടുതലുണ്ടാവാം, എന്തായാലും കൂടുതലാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പക്ഷെ ഇവിടെ നമ്മൾ ഒപ്റ്റിമൽ ആണെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്ന സ്ഥിതിക്ക് എന്ത് വരണം? ഈ പറയുന്ന C ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതും എന്ത് തന്നെയാണ്? ഒപ്റ്റിമൽ കളറിങ് തന്നെയാണ്. ഓക്കെ, ഡെൽറ്റ പ്ലസ് 1 കളറിങ് തന്നെയാണ്, നമ്പർ ഓഫ് കളേഴ്സ് ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മൾ എടുത്തതും ഒപ്റ്റിമൽ കളറിങ് തന്നെയാണ്. ദെൻ നമ്മൾ ലെമ്മ, തൊട്ട് മുന്നേ പഠിച്ച ലെമ്മ, ഏത് കമ്പോണൻ്റ് എടുക്കണം? ഇവിടെ നമ്മൾ ആ ലെമ്മ കൊടുക്കാൻ പോവാണ് കേട്ടോ. തൊട്ട് മുന്നേ തീറത്തിന് മുന്നേ, കഴിഞ്ഞ സെക്ഷനിൽ തീറത്തിന് മുന്നേ പഠിച്ചൊരു ലെമ്മയില്ലേ, ആ ലെമ്മ ഇതിൽ കേട്ടോ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ കൊടുക്കാൻ മീൻസ് ഉപയോഗിക്കാൻ പോവാണ്. ഈ I0 നോക്കുക. I0 ഇതിലില്ല. അപ്പോൾ IK നോക്കുക. ഇവിടെ ഒരു IK ഉണ്ട്, ഇവിടെ ഒരു IK ഉണ്ട്. ഇവിടെ നിന്ന് എന്താ പറയുക, വേറെ ഒരു വെർട്ടെക്സിലേക്ക് I0 കൊടുക്കുക. ഇവിടെ നിന്ന് വേറൊരു വെർട്ടെക്സിലേക്കും I0 തന്നെ കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ മൊത്തം ഞാൻ ഒരു കമ്പോണൻ്റ് H ആയിട്ട് കൊടുത്തു, H ഡാഷ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് നമുക്ക് കിട്ടും. ആൻഡ് വിച്ച് ഈസ് എ നോട്ട് സൈക്കിൾ അല്ലേ? നമ്മൾ തൊട്ട് മുന്നത്തെ ലെമ്മ പ്രകാരം ഈ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു എന്താ, ബാക്കി ആ ലെമ്മയുടെ നമ്പർ ഞാൻ പറയാം. ലെമ്മ 6.1.2, 6.1.2ൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആര്?
ഐ നോട്ടും ഐ കെയും. അവിടെ ഐയും ജെയും എടുത്ത പോലെ ഇവിടെ ആരെ എടുക്കുന്നു? ഐ നോട്ടിനെയും ഐ കെനെയും എടുക്കുന്നു, ഈ യു. അപ്പൊ എന്താ അർത്ഥം? യുയിലെ ഐ കെ അറ്റ്ലീസ്റ്റ് 2 തവണ റെപ്രസെന്റ് ആവുന്നുണ്ട്, പക്ഷെ ഐ നോട്ട് എന്താവുന്നില്ല? റെപ്രസെന്റ് ആവുന്നില്ല. അപ്പോൾ ഐ നോട്ടിന്റെ ഐ കെന്റെയും ഒരു കമ്പോണന്റ്, ഐ നോട്ടിനെ ഐ കെനെയും കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റ് ആണ് എച്ച് ഡാഷ് എന്ന് വിചാരിക്കുക. അതായത് ജി ഓഫ്, നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? ഈ ഐ നോട്ട് യൂണിയൻ ഈ ഐ കെ. കണ്ടോ, യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ ഐ കെ 2 തവണ വന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഐ നോട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഐ കെനെയും ഐ നോട്ടിനെയും ഐ കെ ഡാഷ് വേണമല്ലേ? ഐ കെ ഡാഷ്. അപ്പോൾ ഈ യു എന്ന് പറയുന്ന വെർട്ടെക്സിന് ലെമ്മ 6.1.2 എടുത്തു കഴിഞ്ഞാൽ ഈ ഐ കെനെയും ഐ നോട്ടിനെയും എഡ്ജസ് കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണന്റിനെ നമ്മൾ എച്ച് ഡാഷ് എന്ന് വിളിച്ചു. അപ്പൊ ഇത് ഒറ്റ എഡ്ജ് അല്ല, ഇതൊരു കമ്പോണന്റ് ആണ്. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും, ഇതിനെ നമ്മൾ എച്ച് ഡാഷ് എന്ന് വിളിച്ചു. ആ എച്ച് ഡാഷ് ഒരു ഓഡ് സൈക്കിൾ ആയിരിക്കുമല്ലോ. സൈക്കിൾ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി വരയ്ക്കാൻ പറ്റിയത് സൈക്കിൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ട്. വേറെ എഡ്ജസ് ഒന്നും ഇതിൽ വരില്ല, ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഞാൻ വീണ്ടും ഇതിനെ റീകളർ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി, എച്ച് ഡാഷ് ഓഡ് സൈക്കിൾ ആണെന്നൊക്കെ കിട്ടി. സോ ഈ കമ്പോണന്റ് ഇല്ലേ, ഇത് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ആണ് എന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഗ്രാഫിനെ വീണ്ടും റീകളർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ യു തന്നെ, വെർട്ടിസസ് ഒന്നും മാറ്റില്ല. ഇവിടെ വി തന്നെ, V1 V2 V3 etc. Vk -1 Vk etc. VL. ഇങ്ങനെയാണല്ലോ നമ്മുടെ യു എടുക്കുന്നത്. അതിൽ വിന് I1 ആയിരുന്നു, അത് മാറ്റിയിട്ടില്ല. ഇതെന്നാണ് കേട്ടോ, V1ന് I2 ആയിരുന്നു, അത് മാറ്റിയിട്ടില്ല. I3 I4 Vkക്ക് IK അതുവരെ മാറ്റിയിട്ടില്ല. Vk -1 വരെ മാറ്റിയിട്ടില്ല. മാറ്റുന്നത് Vk തൊട്ടാണ് മാറ്റുന്നത്. എങ്ങനെ? k ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു L-1 വരെ നമ്മൾ യു വി ഐക്ക് ആരെ കൊടുക്കുന്നു? IK തന്നെ കൊടുക്കുന്നു. അതായത് ഇവിടെ തൊട്ട് ഇവിടെ എല്ലാവർക്കും ആരെ തന്നെ കൊടുക്കുന്നു? IK എന്ന് പറയുന്ന വെർട്ടെക്സിനെ മാത്രം കൊടുക്കുന്നു. അപ്പോൾ k തൊട്ടിട്ട്, L-1 വരെയുള്ള എല്ലാ, ഇതിന് L ന് തൊട്ട് മുന്നേ ഒരു വെർട്ടെക്സ്, അപ്പോൾ L ന് മാറ്റില്ല. അപ്പോൾ ഇവിടെ IL തന്നെയാണ്, അത് മാറ്റില്ല. Vkക്ക് IK കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങനെയുള്ള എല്ലാ ഉണ്ടാവുമല്ലോ, ഉള്ളിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആരെ തന്നെ കൊടുക്കുന്നു? IKനെ തന്നെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ ഉണ്ടായ എൻ്റെ ഒരു എന്താന്ന് കിട്ടും? വേറൊരു എഡ്ജ് കളറിങ് നമുക്ക് കിട്ടും. റീകളർ ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേ Δ+1 കളേഴ്സ് കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ. Δ+1 കളേഴ്സ് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ Δ+1 എഡ്ജ് കളറിങ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, അല്ലേ? ആൻഡ് രണ്ടാമത്തെ ഏതുകൊണ്ട് C'' എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C ആയിരിക്കും, നേരത്തെ പറഞ്ഞ അതേപോലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതും എന്ത് തന്നെയാണ്? C'' എന്ന് പറയുന്നതും ഒപ്റ്റിമൽ Δ+1 എഡ്ജ് കളറിങ് തന്നെയാണ്. നേരത്തെ നമ്മൾ ആ ഗ്രാഫിൽ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും പറഞ്ഞു. അപ്പൊ നമ്മൾ ഏത് കമ്പോണന്റ് നോക്കുക? എന്തേ നോക്കിയേ, ഇവിടെ യുവിന് IK 2 തവണ വരുന്നുണ്ട് ഇല്ലേ? VL വരെ IK കൊടുക്കുന്നുണ്ടോ? അയ്യോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. UVJ+1 ആണ് കൊടുക്കുന്നത്. UVJക്ക് IJ+1 ആണ് കൊടുക്കുന്നത്. UVI അല്ല കൊടുക്കുന്നത്, UVJക്ക് IJ+1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എവിടെ തൊട്ട്? K തൊട്ടിട്ട്. അപ്പോൾ ഇവിടെ Vkക്ക് K+1 L-1 വരെ അങ്ങനെ കൂടി വരും. എന്നിട്ട് ഒരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്, UVK അല്ലേ? UV അല്ലേ? അല്ല, UVLന് IK. ലാസ്റ്റത്തെ VL ഇതിന് IK കൊടുക്കണം, IL അല്ല കേട്ടോ, IK കൊടുക്കണം. ഇനി നോക്കാം, യു എന്ന് പറയുന്നതിൽ IK 2 തവണ വന്നിട്ടുണ്ട്, പക്ഷെ I നോട്ട് വന്നിട്ടുണ്ടോ? I നോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ എന്തെടുക്കുക? കമ്പോണന്റ്, നേരത്തെ അതേ കണ്ടീഷൻസ്.
ഐ നോട്ട് ഇവിടെയാണ് അടുത്ത ഐക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ നോട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു സാധനം കിട്ടും, കമ്പോണൻറ്റ് കിട്ടും. എച്ച് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന സെയിം ലെമ്മ തന്നെ അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ ലെമ്മ 6.1.2 കൊടുക്കുമ്പോൾ ഈ കമ്പോണൻറ്റ് എച്ച് ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും ഒരു ഓഡ് സൈക്കിള് തന്നെയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് സൈക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഇതിനൊരു മാറ്റവും ഇല്ല എന്ന് കൊടുക്കാം അല്ലേ? ഉറപ്പായിട്ടും ഇതിനിടയിൽ വേറെ ഒന്നും ഉണ്ട്, സൈക്കിൾ അല്ലേ. ഈ ഒരു വെർട്ടിസസ് തന്നെ, ഇതിൻ്റെ ഉള്ളിൽ കുറേ വെർട്ടിസസ് എഡ്ജസ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു ഓർഡറിൽ തന്നെ എടുക്കുള്ളൂ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നോക്കാം, ഇതൊരു ഓഡ് സൈക്കിളാണ്, ഇതും ഒരു ഓഡ് സൈക്കിളാണ്. അപ്പോൾ ഇനി ഇതിന് കൂടുതൽ എഡ്ജസ് ഒന്നും വരാൻ സാധ്യതയില്ല, ഈ വെർട്ടിസസിലൊന്നും. ഇവിടെയാണ് ഇനി എഡ്ജസ് വരാൻ സാധ്യതയുള്ളൂ. ഇവിടെ നോക്കിയേ, ഈ ഗ്രാഫില് വി കെയുടെ ഡിഗ്രി ഓഫ് വി കെ എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഈ ഗ്രാഫിൽ വി കെയുടെ ഡിഗ്രി എന്താ? ഡിഗ്രി ഓഫ് വി കെ എന്ന് പറയുന്നത് 1 ആണ്. അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ഇത് രണ്ടും ഓഡ് സൈക്കിൾസ് ആയതുകൊണ്ട് ഇനി വേറെ എഡ്ജസോ വെർട്ടിസസോ വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രാഫിൽ ഡിഗ്രി എന്ന് പറയുന്നത് 2 വന്നു, ഈ ഗ്രാഫിൽ വി കെയുടെ ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് വന്നു? 1 എന്ന് വന്നു. എച്ച് ഡബിൾ ഡാഷിൽ അത് പറ്റില്ലല്ലോ, കാരണം വി കെയുടെ ഡിഗ്രി ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്മൾ എഡ്ജസിന്റെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ഏത് കമ്പോണന്റ് എടുത്താലും ആ വെർട്ടെക്സിന്റെ ഡിഗ്രിക്ക് മാറ്റം വരില്ല. അപ്പൊ ഇവിടെ എച്ച് ഡബിൾ ഡാഷിൽ ഇതിന്റെ ഡിഗ്രി ഇതാണ് വന്നത്, 1 ആണ്, ഇവിടെ 2 ആണ് വന്നത്. അതൊരു കോൺട്രഡിക്ഷനാണ്. അതായത് അബ്സേർഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടും ഒരേ വെർട്ടെക്സ് ആണ്, അതിന്റെ ഡിഗ്രി രണ്ടെണ്ണം വരാൻ പാടില്ല, സെയിം ഡിഗ്രി തന്നെ വരണം. അപ്പൊ എന്ത് വന്നു? അപ്പോഴാണ് അതാണ് നമ്മൾ കോൺട്രഡിക്ഷൻ ആയിട്ട് എടുക്കുന്നത്. കോൺട്രഡിക്ഷൻ വന്നു എന്തുകൊണ്ടാണ്? നമ്മൾ മുകളിൽ എന്ത് സപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മൾ മേലെ എന്ത് സപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്? കൈ ഡാഷ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ പ്ലസ് 1 സപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നത്. സോ എന്ത് മാത്രമേ പോസിബിൾ ഉള്ളൂ? കൈ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് 1 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇത് രണ്ടും ഈ ഒരു ഇക്വാളിറ്റി കൊടുക്കാം, ഇൻഡിജർ ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സോ ഇതും. അപ്പോൾ ഏത് ഗ്രാഫ് ജി എടുത്താലും ഒന്നുകിൽ ഡെൽറ്റ ഈക്വൽ ടു കൈ ഡാഷ് ഓർ ഡെൽറ്റ പ്ലസ് 1 ഈക്വൽ ടു കൈ ഡാഷ്, ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം മാത്രമേ നമ്മുടെ ഈ സെക്ഷനിൽ 6.2 എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ഒരു തിയറം മാത്രമേ ഉള്ളൂ. അടുത്ത സെക്ഷനിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയറം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ.